ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് 2026 ഭാഗമായിട്ട് നടത്തുന്ന സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പേപ്പറും പെന്നൊക്കെ എടുത്ത് റെഡി ആയിരിക്കല്ലേ എല്ലാവരും? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോളോയിങ് ആർ സം ഓഫ് ദ കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. വിച്ച് ഓഫ് ദം വേർ ഡച്ച് കൊമേഴ്ഷ്യൽ സെന്റേഴ്സ്? അപ്പോ നമുക്ക് ഓപ്ഷനിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മുടെ ഡച്ച് കൊമേഴ്ഷ്യൽ, അതായത് ഡച്ചുകാർ വന്ന സമയത്ത് അവർക്ക് അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ട് അവര് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവര് വ്യവസായത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ സെന്റേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോ അതിൽ വേറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് വെസ്റ്റ് കോസ്റ്റിലേതാട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ആ ഭാഗത്തുള്ള നമ്മുടെ കോസ്റ്റൽ റീജിയനിൽ വെസ്റ്റ് സൈഡിലുള്ള സെന്റേഴ്സിൽ ഏതാണ് ഡച്ചുകാരുടെ വളരെ പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ സെന്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൊച്ചി ആൻഡ് കൊല്ലം, ഓപ്ഷൻ ബി ഗോവ ആൻഡ് ഡാമൻ, ആൻഡ് ഓപ്ഷൻ സി പോണ്ടിച്ചേരി കാരക്കൽ, ഓപ്ഷൻ ഡി ബോംബെ ആൻഡ് സൂറത്ത്. ഏതാണ് ആൻസർ? കൊച്ചി ആൻഡ് കൊല്ലാണ് കേട്ടോ. അപ്പൊ ഡച്ചുകാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് ആയിരുന്നു, അവരുടെ വ്യാവസായിക സെന്ററുകളായിരുന്നു കൊച്ചിയും കൊല്ലവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഗോവ, പോണ്ടിച്ചേരി, ബോംബെ, സൂറത്ത്, ഇവയൊക്കെ ഏത് നമ്മളെ കോളനിവൽക്കരിച്ച ഏത് രാജ്യക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നൊന്ന് മക്കള് നോക്കിയിട്ട് കമന്റിൽ ഇടണേ. ഇനി അടുത്ത ചോദ്യം, to which country are we influenced in the formation of the basic elements of our government such as legislature, executive and judiciary? അപ്പോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് എല്ലാം നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കുകയല്ല ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള നിയമങ്ങളും അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ കോപ്പി ചെയ്തു എന്നല്ല, അതിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഐഡിയ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആളുകൾക്ക് വേണ്ടി, നമ്മുടെ കൾച്ചറിനനുസരിച്ച്, നമ്മുടെ നാട്ടിലുള്ള ഡൈവേഴ്സിറ്റിക്ക് അനുസരിച്ച് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ബേസിക് എലമെന്റ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ആയിട്ടുള്ള ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് കാര്യനിർവാഹക സഭ അല്ലെങ്കിൽ വിഭാഗം, അതുപോലെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ന്യായാധിപത്യ വിഭാഗം, നമ്മുടെ അതായത് ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കോർട്സ് ഒക്കെ വരുന്നത്, അതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഫ്രാൻസ് ആൻഡ് ഓപ്ഷൻ ഡി കാനഡ. അപ്പൊ എവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ബേസിക് എലമെന്റ്സ് ഓഫ് ഗവൺമെന്റ് ലെൻഡ് ചെയ്തിട്ടുള്ളത്, എവിടെ നിന്നാണ് നമ്മളത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഫോർമേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ നിന്നുമാണ്. അപ്പൊ അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലെൻഡ് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? പാർലമെന്ററി സിസ്റ്റം, നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് സിസ്റ്റം ആണ് നമുക്കുള്ളതല്ലേ. അപ്പൊ അത് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ റൂൾ ഓഫ് ലോ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ക്യാബിനറ്റ് ഗവൺമെന്റ്, നമുക്കറിയാം നമുക്ക് ക്യാബിനറ്റ് ഗവൺമെന്റ് ഉണ്ട്, അത് നമ്മൾ എവിടെ നിന്നാണ് ആ ഒരു ഐഡിയ എടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ USA, അമേരിക്കയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? USA നിന്നാണ്. അതുപോലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, നമ്മളെ ജുഡീഷ്യറി ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ഒന്നാണ്, നമുക്കറിയാം. അപ്പൊ ആ ഒരു ഐഡിയ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇനി അയർലൻഡിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിട്ടുള്ളത്. എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയും. നമ്മുടെ രാജ്യം
എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള മാർഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അതുപോലെ നമ്മൾ കാനഡയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് എന്ത്, ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോ ഫെഡറൽ സിസ്റ്റം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്, കാനഡയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ റഷ്യയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എവിടെ നിന്ന് കടമെടുത്തിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അപ്പോ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് കടമെടുത്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യാം, മക്കളൊന്ന് നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഒരു കാര്യം തന്നിട്ട് അത് ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ആയത് എന്ന് ചോദിക്കാം. അപ്പോ ഈ ഒരു ഇത്രയും രാജ്യങ്ങള് ഓൾറെഡി നമ്മൾ സ്ക്രീനിൽ കാണിച്ചത് കൂടാതെ റഷ്യ, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടെ നമ്മൾ കടമെടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ മക്കൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സെഷനിൽ നോക്കാം. ബൈ.